നമസ്കാരം. ഞാൻ ഡോക്ടർ അമൃത. പലതരത്തിലെ എണ്ണയും ഷാംപൂസും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ലേ? ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. അതായത് നമ്മളുടെ മുടിയുടെ വേരുകൾക്ക് കറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രോട്ടീൻ. നമ്മളുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ വെയിറ്റിനനുസരിച്ചിട്ട് കറക്റ്റ് പ്രോട്ടീൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് അയൺ. രക്തക്കുറവ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത് സിങ്ക് ആൻഡ് സെലീനിയം. നമ്മളുടെ മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന കോ ഫാക്ടേഴ്സ് ആണ് സിങ്ക് ആൻഡ് സെലീനിയം. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കൂടുതൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനും മുടി പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. നാലാമത്തേത് ബയോട്ടിൻ ആൻഡ് വൈറ്റമിൻ B12. മുടിയുടെ വേരുകളിലോട്ട് കൂടുതൽ രക്തയോട്ടം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് ഈ രണ്ട് ന്യൂട്രിയൻസ് ആണ്. ഇതിന്റെ ഡെഫിഷ്യൻസീസ് കൊണ്ട് കൂടുതൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനും മുടി പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അഞ്ചാമത്തേത് വൈറ്റമിൻ സി. നമ്മളുടെ ശരീരത്തിലോട്ട് അയൺ കറക്റ്റ് ആയിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡയറ്റിന്റെ അകത്ത് വൈറ്റമിൻ സി ധാരാളം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി മുടി കൊഴിച്ചിലിന് മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. അതായത് തൈറോയ്ഡ് ഇഷ്യൂസ്, PCOD, അതേപോലെ തന്നെ സ്ട്രെസ് എന്നിവ കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്.